guys to subscribe my YouTube channel. So മോർണിംഗിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബസ്. അപ്പോൾ ആകാശത്തേക്ക് നോക്കിയപ്പോഴാണ് റമാനൊക്കെ ആയി. ആൻഡ് അങ്ങനെ ഫൈനലി വി റീച്ച്ഡ് അൽ അസർ ഡെൻ്റൽ കോളേജ് തൊടുപുഴ. അവിടെ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം നടന്നിരുന്നത്. ഇത് അക്കാഡമിക് ബ്ലോക്കാണ്, ഫസ്റ്റ് ഫ്ലോറാണ്. ഇവിടെ വെച്ചിട്ടാണ് എൻ്റെ കോമ്പറ്റീഷൻ നടന്നത്. താഴത്തെ ഈ ക്ലിനിക്കിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറാണ് ഈ കാണുന്നത്. നമ്മുടെ സ്റ്റുഡൻസും ഇൻറ്റേൺസും എല്ലാവരും ഉണ്ടായിരുന്നു കൂടെ. എല്ലാവരും കൂടി ഒരു CD ഹാൾ പോലുള്ളൊരു സെക്ഷനിലേക്ക് പോയി. അവിടെ എന്നിട്ട് ഫോമൊക്കെ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു ഓരോ ഈവൻസിൻ്റെയും പാർട്ടിസിപ്പൻസിൻ്റെ ഒക്കെ. അപ്പം കമ്പാരിറ്റീവ്ലി നമ്മൾ എല്ലാ പ്രാവശ്യം വരുന്ന പോലെ അല്ല ഇപ്രാവശ്യം. നമ്മൾ പെട്ടെന്ന് എല്ലാവർക്കും എക്സാമൊക്കെ ആയതുകൊണ്ട് ആർക്കും പെട്ടെന്നൊന്നും വരാനോ അല്ലെങ്കിൽ പ്ലാനൊന്നും ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഗായത്രിയുടെ പ്രാക്ടീസ് ചെയ്യാൻ പോയതാണ്. ഈ ഗായത്രി അല്ല, ഇത് ഗായത്രി ചേച്ചി. അവിടെ നിന്ന് വർത്തമാനം പറയാണ്. ആൻഡ് ഫൈനലി വി വെൻറ്റ് ഫോർ ഹാവിങ് സം ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ പഠിച്ച് വരുന്നുള്ളൂ. വോയിസ് ഓവറിൽ കുറേ ടങ് സ്ലിപ്പ് ഉണ്ടാകും, പ്ലീസ് ഡോണ്ട് മൈൻഡ് ഇറ്റ്. ആൻഡ് എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. അവിടെ ആരോ റോസാപ്പൂ വെച്ചിട്ടുണ്ട്. 14th ആയതുകൊണ്ടാണോ എന്നറിയില്ല, February 14th എവ്രി വൺ ഇസ് പ്രിപ്പയർ ടു ഗിവ് റോസസ് ഓൺ ദ വാലൻറ്റൈൻസ് ഡേ. നമ്മൾ മേലേക്ക് പോയി. അവിടെ വെച്ചിട്ടായിരുന്നു കോമ്പറ്റീഷൻ നടന്നിരുന്നത്. മെഹന്തി ആയിരുന്നു എൻ്റെ ഇവൻറ്റ്. അവിടെ പോയി ഹാളിലിരുന്നു. അത്യാവശ്യം കുട്ടികളുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി വി ഹാവ് ഡൺ വിത്ത് എ ഡിസൈൻ. സത്യം പറഞ്ഞാൽ ഷെഫ്നക്ക് എന്നെക്കാൾ ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് അത്ര ഉണ്ടായിരുന്നു. അവൾ പറയും എക്സാമിനേക്കാൾ കൂടുതൽ ഞാൻ ടെൻഷൻ അടിച്ചു. കാരണം അവൾ എൻ്റെ കൂടെ വരുന്നത് ഫസ്റ്റ് ടൈമാണ്. എപ്പോഴും നഹാനാണ് എൻ്റെ കൂടെ വരാറ്. ഞങ്ങൾ കഴിഞ്ഞതായി ഇപ്പുറത്ത് വരാൻ പറ്റില്ല. പിന്നെ നമ്മളൊരു പ്രോഗ്രാമിന് ഫസ്റ്റ് അടിക്കുക സെക്കൻഡ് അടിക്കുക അതിലൊന്നുമല്ല കാര്യം. ചെയ്യുന്ന വർക്ക് നമുക്ക് വൃത്തിക്ക് ചെയ്യാൻ പറ്റിയോ അത് മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യാറ് എപ്പോഴും. ഈ പ്രാവശ്യം ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ആ കാര്യത്തിൽ കേട്ടോ. പിന്നെ അവിടെ ഉള്ളത് തീർത്ഥ ആൻഡ് ചന്ദന. തീർത്ഥക്ക് ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷൻ ഉണ്ട്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. ആൻഡ് ചന്ദനൻ്റെ അടുത്ത് നിന്ന് ഞാൻ റോസ് വാങ്ങുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇവൾക്ക് തീർത്ത വാങ്ങിക്കൊടുത്തതാണ്. അവിടെ ഒരു വാലൻറ്റൈൻസ് ഡേ ആയതുകൊണ്ട് ഒരു കോർണർ ഉണ്ടായിരുന്നു. അവിടെ നമുക്കിഷ്ടമുള്ള ആളുകൾക്ക് റോസ് വാങ്ങിയിട്ട് സമർപ്പിക്കാം. ഏറ്റവും കൂടുതൽ റോസ് വാങ്ങുന്ന ആൾക്ക് എന്തോ ഒരു നെയിമൊക്കെ ഉണ്ട്, ക്വീനോ അങ്ങനെ ക്വീൻ ഓഫ് അങ്ങനെ എന്തോ ഒരു പേരൊക്കെ കൊടുക്കുന്നൊക്കെ പറഞ്ഞു. ഫസ്റ്റ് ഇവരാണത് പോയി വാങ്ങിയത് കൗണ്ടർ ഓപ്പൺ ആക്കിയപ്പോൾ. ഇവിടെ കാണുന്നത് തീർത്ഥയ്ക്ക് വേണ്ടി ഫോട്ടോഗ്രാഫിക്ക് അവൾ ഓരോരോ പിക്ചേഴ്സ് ഇങ്ങനെ എടുക്കാൻ ശ്രമിക്കുന്നതാണ്. ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഇവർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പോവാണ്, കാൻഡിഡ് ഫോട്ടോസ്. നമ്മളിപ്പോൾ അൽ അസറിലാണ്. ചന്ദനയുടെ ചന്ദന ഇത് മാത്രം കട്ട് ചെയ്തിടും. എൻ്റെ ചന്ദനക്ക് ആരോ റോസ് കൊടുത്തു. അടിപൊളി പോവാട്ടോ. ഇവിടെയാണ് നല്ല ഫ്രെയിം. എനിക്കൊരു വീഡിയോ എടുക്കാം. യെസ് എടുക്കാം, സമയമുണ്ടല്ലോ ഇഷ്ടം പോലെ സമയം. രണ്ടാളും അടി വാങ്ങാൻ നിൽക്കണ്. അവിടെ ഒരു റെഡ് കളറിൽ ഡെക്കറേറ്റ് ചെയ്ത് കണ്ടോ, അവിടെയാണ് റോസ് അവൈലബിൾ ആയിട്ടുള്ളത്. അവിടെ നമുക്ക് പേ ചെയ്ത് ഇഷ്ടമുള്ള ആളുകൾക്ക് പോയിട്ട് റോസ് കൊണ്ടുപോയി കൊടുക്കാം. തീർത്തിപ്പോഴും ഫോട്ടോഗ്രാഫിയിലാണ്. ആൻഡ് എനിക്ക് സത്യം പറഞ്ഞാൽ ആർട്സ് അതൊരു ഇമോഷനാണ്. പ്രോഗ്രാംസ് കണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എപ്പോഴും നമ്മൾ 7th 8th ആ ഒരു ടൈം മുതലേ ആർട്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന കുറേ സമയം ഉണ്ടായിരുന്നു. ഐ റിയലി എൻജോയ്ഡ് ആർട്സ് ആക്ച്വലി. നമ്മൾ ഇവിടെ പ്രോഗ്രാംസൊക്കെ കണ്ടിരിക്കുകയാണ്. സ്പോട്ട് കൊറിയോ സ്റ്റാർട്ട് ചെയ്യാനായി നമ്മുടെ കോളേജിൽ നിന്ന് നവീന ചേച്ചിയാണ് റെപ്രസെൻ്റ് ചെയ്ത് ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത്. സ്പോട്ടിലാണിത് പ്ലേ ചെയ്യുന്നത്. അവർ പാട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. അതിനനുസരിച്ചൊരു കണ്ടിന്യൂഷനിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. ബട്ട് ഷീ ഡിഡ് ഇറ്റ് വെരി വെൽ. നല്ല രസമായിരുന്നത് കാണാൻ തന്നെ. അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബോയ്സിൻ്റെ കൊറിയോ ആയി. ദിസ് ഇസ് ഋത്തിക് ഫ്രം ആ കോളേജ്. എല്ലാവരും കൂടി ഒരുപാട് കമ്പൽ ചെയ്ത് അവസാനം അവൻ കയറിയതാണ് സ്റ്റേജിൽ. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് ഫസ്റ്റും കിട്ടി. ദാറ്റ് വാസ് ദ ഹൈലൈറ്റ്. നല്ല പെർഫോം ചെയ്തു. വി വർ ജസ്റ്റ് എൻകറേജിങ് ഹിം. കാരണം നമ്മളെ പിള്ളേരല്ലേ, എൻകറേജ് ചെയ്യണ്ടേ. അപ്പോൾ സോ പറ്റണത്ര പോലെ അവൻ ആ ലാസ്റ്റ് മൊമെൻറ്റിലാണെന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ട് കളിച്ചിട്ടോ. പിന്നെ നമ്മൾ ഗ്രീൻ റൂമിലേക്ക് പോയി. അപ്പോൾ അവിടെ ഫാഷൻ ഷോൻ്റെ ആളുകൾ റെഡിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആൻപ്രട്ടി ചേച്ചി. പിന്നെ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ നല്ല മീൽസ് കിട്ടി അവിടുന്ന്. കുറച്ച് ബെറ്റർ ആയിരുന്നു. മിററിൽ നോക്കിയിട്ട് മീൻസ് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ശരിയാക്കാനുണ്ടെങ്കിൽ തൊട്ടടുത്ത ക്യാൻറ്റീൻ്റെ തൊട്ടടുത്തൊരു മിററൊക്കെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വന്ന് അവിടെ
മിററിൽ നോക്കി ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കും. പിന്നെ നമ്മൾ പിന്നെയും ഗ്രീൻ റൂമിൽ പോയി ആരപ്പത് ആൻഡ് കുറച്ച് പെർഫോമൻസസ് കണ്ടു. ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു. മേലെന്ന് കാണുമ്പോൾ മീൻസ് അവിടെ താഴത്തുനിന്ന് കാണുന്നതിൻ്റെ ഒരു എഫക്റ്റ് ഇല്ല, ബട്ട് പെർഫോമൻസ് ഒക്കെ നല്ലതായിരുന്നു. കുറേ പെർഫോമൻസസ് കണ്ടു. പിന്നെ നമ്മൾ ഗ്രീൻ റൂം വിസിറ്റ് ചെയ്തു. അപ്പോൾ ആളിപ്പോൾ കുറേ ക്ലോത്ത് കൂടി കെട്ടിക്കൂട്ടി ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ഒന്ന് പ്രാക്ടീസൊക്കെ ചെയ്യായിരുന്നു അവരവിടുന്ന്, അവരുടെ ടീം, എൻറ്റയർ ടീം. ഫൈനലി അൻകുട്ടി ചേച്ചി റെഡി ആയി കഴിഞ്ഞു. ആരാ ഇത്? അൻകുട്ടി ചേച്ചി വാസ് സോ ക്യൂട്ട്. എല്ലാവരും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ തീമൊന്നും എനിക്ക് മനസ്സിലായില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ സ്നാക്സൊക്കെ കഴിക്കാൻ പിന്നെയും ഒരു വിസിറ്റ് നടത്തി ക്യാൻറ്റീനിലേക്ക്. എന്താണെന്നറിയില്ല, ഒരു പണിയില്ലാഞ്ഞിട്ടാണോ എന്നാവോ ഭയങ്കര വിശപ്പ്. അങ്ങനെ ഡാൻസ് കോർണറിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യാം. ഇപ്പോൾ ഫ്രണ്ട്സ് ആവട്ടെ, വാലന്റൈൻ ആവട്ടെ, എല്ലാവരും ഓരോരോ കോളേജസിൽ നിന്ന് ഓരോരുത്തർ വന്നിട്ട് അനോണിമസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യായിരുന്നു. അത് അവർ പ്ലേ ചെയ്യും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് കുറച്ച് നേരം. പിന്നെ കൊറിയോ സ്റ്റാർട്ട് ആവാറായി. അങ്ങനെ കൊറിയോ സ്റ്റാർട്ട് ചെയ്തു. കൊറിയോ ആക്ച്വലി ഒരു മൂവിയുടെ സീൻ അല്ലെങ്കിൽ മൂവിയുടെ പാട്ട് സീന് അതെല്ലാം അതേപോലെ നമ്മൾ ആക്ട് ചെയ്യലാണ്. സെയിം കോസ്റ്റ്യൂമും അതേ സെയിം പ്രോപ്പർട്ടീസും ഈവൻ കളർ ഡിഫറൻസ് പോലും ഇല്ലാതെ സെയിം പോലെ നമ്മളാക്കിയിട്ട് അങ്ങനെ എത്രത്തോളം എക്സാക്റ്റ് അതുപോലെ ആക്കാൻ പറ്റും അങ്ങനെ ചെയ്യുന്നവർക്കാണ് ഫസ്റ്റ് കിട്ടുക. ഇപ്പോൾ ഇതൊരു ടീമാണ്. അടിപൊളിയായിട്ട് ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ കൊറിയോ. പിന്നെ കട്ടയ്ക്ക് കോമ്പറ്റീഷൻ ആയിരുന്നു. നമ്മുടെ കോളേജിൽ നിന്നും ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ എക്സാമും ഒക്കെ ആയതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാനൊന്നും ടൈം കിട്ടിയില്ല. നമുക്കവിടെ ഇൻറ്റേർണൽസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ബിസി ആയിപ്പോയി. അല്ലെങ്കിൽ നമ്മുടെ പിള്ളേരും ഉഷാറായിട്ട് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഇവിടെ പെർഫോം ചെയ്തതെല്ലാം നല്ല ഭംഗിയുള്ള കൊറിയോസ് ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുള്ള് സ്മോക്കായിപ്പോയി. എനിക്ക് ആ സെൻറ്ററിൽ നിൽക്കുന്ന കുട്ടീനെ ഫോക്കസ് ചെയ്യാൻ പോലും പറ്റിയില്ല. അത്ര സ്മോക്കായിട്ട് കംപ്ലീറ്റ്ലി സ്മോക്ക് കവർ ചെയ്ത്. പക്ഷെ പെർഫോമൻസ് വൈസ് നല്ല രസമായിരുന്നു. ഒരു മൂവി കാണുന്ന പോലെ തന്നെ ആയിരുന്നു.
കൊറിയ ഒരുവിധം കഴിയാറായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് അതിന് ശേഷം ഫാഷൻ ഷോ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് കയറിയത് നമ്മുടെ കോളേജിലത്തെ ടീമായിരുന്നു. കോളേജിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട്. ആഹ് അത്യാവശ്യം നല്ലതായിരുന്നു. എല്ലാവർക്കും ആറ്റിറ്റ്യൂഡും ഒരു മോഡലിന് വേണ്ട എന്തൊക്കെയുണ്ടോ അതെല്ലാം ആ നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്തു. നന്നായിരുന്നു എല്ലാവരും ചെയ്തത്.
മിനിമം ഒരു 10 മിനിറ്റ്സ് ആണ് ഒരു ഫാഷൻ ഷോ വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ടീമിനെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബ്രേക്കൊക്കെ കൊടുത്തിരുന്നു. ഫാഷൻ ഷോ ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കോമ്പറ്റിറ്റീവ് ആയിരുന്നു. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ തോന്നും. അത്രയും ഓരോ തീംസൊക്കെ നല്ല ഭയങ്കര നല്ല തീംസ് ആയിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. എല്ലാവരും നന്നായി പെർഫോം ചെയ്തു.
My question. My biggest inspiration is always me. എന്നോട് തന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഞാൻ ഓൾവേസ് എൻ്റെ സ്പെഷ്യൽ സൂപ്പർ ഹീറോ ആയ സ്പൈഡർമാൻ്റെ കോഡ് വഴിയാണ് ട്രാവൽ ചെയ്യുന്നത്. ബിക്കോസ് വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. അലമ്പുണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. മാക്സിമം ഞാൻ കുറച്ചുകൊണ്ടിരിക്കും. ഞങ്ങളുടെ ടീം തന്നെ ബേസിക്കലി ഈ ഫിയറൊക്കെ എങ്ങനെ നമ്മുടെ ഹ്യൂമൻ ഇമോഷൻസിലുള്ള ഫിയർ, ലവ്, അങ്ങനത്തെ കാര്യങ്ങളിലുള്ള ട്രാപ്പ്. എന്നെക്കുറിച്ച് പറയാനാണെങ്കിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് കുറച്ച് ഡാൻസ് കളിക്കാൻ അറിയാം. ഇത് എൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ്. ഫാഷൻ ഫസ്റ്റ് സ്റ്റേജാണ്. അതുകൊണ്ട് ഫസ്റ്റ് കയറുമ്പോൾ എനിക്ക് ചെറിയ കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സീനിയേഴ്സ് ഒക്കെ എന്നോട് പറഞ്ഞു, ഇത് നിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ്, സോ ബി കോൺഫിഡൻറ്റ്, ഓൾവേസ് ബി കോൺഫിഡൻറ്റ്. വീഡിയോഗ്രാഫി ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. സോ അതിലോട് ഞാൻ അപ്പോൾ എനിക്ക് എൻ്റെ ചിന്തകളൊക്കെ മാറും. എനിക്കിപ്പോൾ ഡിപ്രഷൻ സ്റ്റേജ്. Like I mean, the fashion world, it changes the trend every season. It keeps on changing. But a healthy smile is timeless. So You should be courageous enough to express our emotions. It's okay to be sad, it's okay to be not okay. You can smile, you can cry, and We are humans. as a dentist and as an aspiring model, I prefer to keep a smile on everybody's face and give the young generation the courage to express their emotions, whatsoever the thoughts of the society may be. Thank you, sir. okay. All the best for your future. Thank you. Okay, can you introduce yourself? Myself, Sri Lakshmi Sabu, representing Alasa Dental College. Okay, one simple question for you. If you were a dental instrument, which one you would be and why? First of all, very thank you for the question, sir. I would like to be a mouth mirror, so I can explore every corner of the mouth. All the best. Thank you, sir. Hi. If you win today, how will this platform help you in your career? Can I speak in my mother tongue, ma'am? You can. First, you can please introduce yourself. After that, you can say it. My name is Sidhu Fasal, representing Alasa Dental College. Please പറയൂ എങ്ങനെയാണ് Q&A സെഷനും കൂടി ഉണ്ടായിരുന്നു. അതോടുകൂടെ ഫാഷൻ ഷോ തീർന്നു. ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. അതിനുശേഷം ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാംസും കഴിഞ്ഞു. നമ്മൾ ഒഫീഷ്യൽസിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ച ഒരാൾക്ക് പ്രത്യേകതയുണ്ട്. എന്ന് വെച്ചാൽ ഡെൻ്റൽ കോളേജിലാണ് പഠിച്ചത്, BDS ആണ്, ഡോക്ടറാണ് ആൻഡ് മിസ് കേരളയാണ്. സോ പ്രൗഡ് ഓഫ് യു. ആൻഡ് ഇപ്പോൾ നാഷണൽ ലെവലിലേക്ക് മത്സരിക്കാൻ വേണ്ടി പ്രിപ്പയർ ആക്കുകയാണ്. ഇപ്പോൾ ആൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഷി വാസ് സോ ഹാപ്പി ബീങ് ഇൻവൈറ്റഡ് ദെയർ. കാരണം വൺസ് ഷീ ഓൾസോ ഷെയർ ദ പ്ലാറ്റ്ഫോം. അവിടെ പാർട്ടിസിപ്പൻ്റ് ആയിട്ട് വന്ന ഒരാളായിരുന്നു അവരും. അപ്പോൾ അവരിങ്ങനെ ഒക്കെ പറയുമ്പോൾ നമുക്കതൊരു ഇൻസ്പിറേഷനാണ്. വൺ ഡേ വി ഓൾ വിൽ ഹാവ് എ മൊമെൻറ്റ് എന്നൊക്കെ തോന്നിപ്പോയി. ഇങ്ങനെയുള്ള ആളുകളാണല്ലോ നമുക്ക് ഇൻസ്പിറേഷൻ. അതിനിവിടെ ഓരോരുത്തർക്ക് ഫസ്റ്റും സെക്കൻഡിനും എല്ലാം പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നേരത്തിന് എനിക്കും കിട്ടി പ്രൈസ് ആൻഡ് മെഹന്തി കോമ്പറ്റീഷൻ ആയിരുന്നു. I secured the first position and I'm so happy to receive this memento from. ആക്ച്വലി പ്രൈസ് അല്ല അവിടെ പ്രാധാന്യം, നമുക്ക് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക, നമ്മൾ നന്നായിട്ടത് ഇൻപുട്ട് അവിടെ കൊടുക്കുക എന്നുള്ളതാണ്. അതെനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. വെദർ വിൻ ഓർ ലോസ് ദാറ്റ് ഡസൻറ്റ് മാറ്റർ, ഇറ്റ്സ് ജസ്റ്റ് വി പാർട്ടിസിപ്പേറ്റ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം DJ പ്രോഗ്രാം ഉണ്ടായിരുന്നു. സ്റ്റുഡൻസിനൊക്കെ അവർ അറേഞ്ച് ചെയ്ത്
കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ള ആ ഒരു ഡീജൻ്റെ എന്തൊക്കെയോ താഴേക്ക് വീണ്. അപ്പോൾ സ്റ്റുഡൻസ് എല്ലാവരും കുറച്ച് ഇതായിപ്പോയി. ആൻഡ് അവരത് മാനേജ് ചെയ്തു. എല്ലാവരും ടയേർഡാണ്. ഇത് ആൻഫ്രട്ടി ചേച്ചി മേക്കപ്പൊക്കെ റിമൂവ് ചെയ്ത് കുറേ നേരമായി നമ്മളവിടെ നിൽക്കുന്നു. രാവിലെ പോയാൽ മതി എന്ന് തോന്നി. പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. അവർ പാട്ടില്ലാഞ്ഞിട്ടും വൈബാക്കിയിരുന്നു. പക്ഷെ ഞാൻ പിന്നെയും തുടങ്ങി. അങ്ങനെ എല്ലാവരും ബസ് കയറി. ഏകദേശം എല്ലാ പരിപാടികളും അവസാനിച്ചു. അതുകൊണ്ട് നല്ല മുല്ലപ്പൂക്കം കിട്ടിയിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ തിരിച്ച് നമ്മൾ കോളേജിലേക്ക് പോവുകയാണ്. നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്. താങ്ക് യു. ബൈ.